ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനും അകാല നരയൊക്കെ തടയാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണെന്നോ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ ഡേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ മുടി നല്ല കറുപ്പാവാനും നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണെന്നോ ഒരു ഹെയർ ഡൈ ആണെന്നോ ഒക്കെ പറയാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് കയ്യോന്നി എടുത്തിട്ടുണ്ട്. കയ്യോന്നി, കഞ്ഞുണ്ണി, എന്തായാലും ഭൃംഗരാജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യോന്നിക്ക് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളെവിടെയൊക്കെ കയ്യോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ കയ്യോന്നി ആയാലും നമ്മുടെ ചെമ്പരത്തി ആണെന്നുണ്ടെങ്കിലും പനിക്കൂർക്കയാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിത് അരിച്ചെടുത്തിട്ടില്ല, അരിച്ചെടുക്കാതെയാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു ചൂടോടെ തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇരുമ്പിച്ചട്ടി എടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നര കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ തന്നെ നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചതിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതല്ല ഓവർനൈറ്റ് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതിവിടെ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്.
കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഹെയർ പാക്കായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ ഡൈ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കുക. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നല്ല ഓയിൽ ഫ്രീ ആയിട്ടുള്ള മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓയിലൊന്നും ഉണ്ടാവരുത്. അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിത് തലയിൽ വെച്ചേക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ല തലനീരിറക്കം പോലുള്ള പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് പറ്റുന്ന ടൈം എത്രയാണോ അത്രയും ടൈം വെച്ചേക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അതൊരു ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1 വീക്ക് വരെയൊക്കെ നമുക്ക് ഈ ഒരു കളറ് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് മുടി കൊഴിച്ചിലോ താരനോ മുടി വളരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും. കാരണം അത്രയും നല്ല ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ അകാല നരയൊക്കെ വരുന്നതിന് മുന്നേയൊക്കെ നമുക്ക് ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിപ്പോൾ പ്രായം എത്തുന്നതിന് മുന്നേയൊക്കെ വരുന്ന അകാല നരയൊക്കെ തടയാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിലൊരിക്കൽ നമ്മളിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുടിക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവില്ല. മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അലർജി പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്